ഹലോ, വെൽക്കം ടു സ്റ്റാറ്റിക് ഷോ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. സോ നമ്മുടെ ഇന്നത്തെ മെയിനായിട്ടുള്ള കണ്ടന്റിലേക്ക് പോകാം. നമ്മളെപ്പോഴും കമ്പയർ ചെയ്യുന്ന കാര്യമാണ് മാർവലും ഡി സിയും തമ്മിൽ. അവരെ മൂവീസ് തമ്മിൽ ഇതേതാണ് നല്ലത്, ഇതാണ് ബെറ്റർ, അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടേഴ്സ് തമ്മിലൊക്കെ നമ്മൾ കമ്പയർ ചെയ്യാറുണ്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡി സിയിൽ തന്നെ ഇറങ്ങിയ 2 മൂവീസാണ്. രണ്ടിൻ്റെയും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മൂവീസും ഡി സിക്ക് ഒരു പുതിയൊരു ഏറ, പുതിയൊരു യുഗം തുടങ്ങാന്നുള്ള രീതിയിലാണ് ടാഗ് ലൈനിലാണ് ഇറങ്ങിയിട്ടുണ്ടാകുന്നത് 2 മൂവീസും. ഇതിലൊരു മൂവി ഫെയിലായി, ഒരു മൂവി നല്ല ഹിറ്റാവുകയും ചെയ്തു. സോ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് സൂപ്പർമാൻ ലെഗസിയുടെയും ബ്ലാക്ക് ആദത്തിൻ്റെയും ഒരു കമ്പാരിസനാണ്. ഇതിലെന്താണ് സൂപ്പർമാൻ ലെഗസി വിജയിക്കാൻ കാരണമെന്നും പിന്നെ ബ്ലാക്ക് ആദം ഫെയിലാവാനുള്ള കാരണം കൂടിയാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ 2 പേരിലുള്ള കോമൺ ഫാക്ടേഴ്സൊക്കെയാണ് നമ്മളിന്ന് മെയിനായിട്ട് നോക്കുന്നത്. സോ വെൽക്കം ടു ദ വീഡിയോ. നമ്മൾ ആദ്യം നോക്കുന്നത് ബ്ലാക്ക് ആദാണ് ആദ്യം ഇറങ്ങിയത്. 21 ഒക്ടോബർ 2022 ഇറങ്ങുന്നത്. അതുപോലെ തന്നെ ഇതിനൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നത് മാർവലിൻ്റെ വാക്കണ്ട ഫോർ എവർ ആണ്. അതുകൊണ്ട് തന്നെ ഇത് ബോക്സ് ഓഫീസിൽ വലിയ വിജയം കണ്ടെത്താത്തതിന് ഒരു വലിയ കാരണം അതും കൂടിയാണ്. മൂവി എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുറച്ച് ഫണ്ണായിരുന്നു, കാണാൻ നല്ല രസമില്ലെങ്കിലും അത്യാവശ്യം ഒരു ആവറേജ് ആയിരുന്നു എക്സ്പീരിയൻസ്. ഇറ്റ് വാസ് ഗുഡ്, കാണാൻ പറ്റായിരുന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിൽ ഏറ്റവും വലിയ പ്രോബ്ലം ആയിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ ആക്ടറായിരുന്നു. റോക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ ആൾ ഏത് മൂവിയിലാണെങ്കിലും സെയിം ക്യാരക്ടർ പ്ലേ ചെയ്യുന്നൊരു തരത്തിലുള്ളൊരു ആക്ടറാണ്. അതുകൊണ്ട് തന്നെ ഈ മൂവിക്കൊരു ഹൈപ്പ് വളരെ കുറവായിരുന്നു. പക്ഷേ ആൾ മൂവിയിൽ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതോ ആളുകൾക്ക് കാണാൻ ഒരുപാട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ബ്ലാക്ക് ആദം എന്ന് പറയുന്നൊരു വില്ലൻ ക്യാരക്ടറാണ്. വില്ലൻ എന്ന് പറഞ്ഞാൽ മെയിൻ വില്ലനായിട്ട് വരുന്ന തരത്തിലുള്ള ക്യാരക്ടറാണ്. ആൾ അവിടെ ഇവിടെയൊക്കെ ആൻറ്റി ഹീറോ ആയിട്ട് കോമിക്സിൽ കാണിച്ചിട്ടുണ്ടെങ്കിലും ആളുകൾക്ക് ഒരു മെയിനായിട്ട് ഇഷ്ടം ബ്ലാക്ക് ആദത്തിനെ വില്ലനായിട്ട് കാണാനാണ്. പക്ഷേ ഇതിൽ നമുക്ക് ബ്ലാക്ക് ആദത്തിനെ ഒരു ഹീറോ ആയിട്ടാണ് കാണുന്നുണ്ടായിരുന്നത്. കാരണം ഇത് ബ്ലാക്ക് ആദത്തിനെ സെൻറ്റർ ചെയ്തിട്ടുള്ളൊരു മൂവിയായിരുന്നു. ഇത് ബ്ലാക്ക് ആദത്തിൻ്റെ ഒരു വില്ലൻ സ്റ്റോറി ആക്കിയിട്ട് ശാസ്ത്രത്തിൻ്റെ വില്ലനാക്കിയിട്ട് അടുത്ത മൂവിയിൽ കൊണ്ടുവരികയാണെങ്കിൽ കുറച്ചും കൂടി വർക്കായേനെ. പക്ഷേ ഒരു ആൻറ്റി ഹീറോ ആക്കി എടുക്കാനൊക്കെ നോക്കി. ജസ്റ്റിസ് സൊസൈറ്റിയുടെ ഒരു ഫൗണ്ടിങ് മെമ്പറൊന്നുമല്ല നമ്മൾ ശരിക്കും ബ്ലാക്ക് ആദം എന്ന് പറയുന്നത്. പക്ഷേ ഇതിലേക്ക് അങ്ങനെ ആക്കാനൊക്കെ ശ്രമിച്ചു. പിന്നെ അതുപോലെ തന്നെ ഈ ജസ്റ്റിസ് സൊസൈറ്റി ഭയങ്കര മോശമായിരുന്നു. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ഹൈപ്പ് ഉണ്ടായിരുന്നത് എനിക്ക് ഈ ജസ്റ്റിസ് സൊസൈറ്റി കാണാനായിരുന്നു. പ്രത്യേകിച്ച് ഡോക്ടർ വെയ്റ്റും ഹാക്മാനും ആർട്ട് സ്മാഷറൊക്കെ ഉണ്ടായിരുന്നു. സോ ഇവരെയൊക്കെ ലൈവ് ആക്ഷനിൽ കാണാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ മൂവി ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഡി സി ഒഫീഷ്യൽസ് അതിനുശേഷം ആ മൂവി യൂണിവേഴ്സ് തന്നെ വേണ്ടാന്ന് വെച്ചു. നമ്മുടെ സാക്ക് സ്നൈഡറിൻ്റെ ജസ്റ്റിസ് ലീഗും ആ യൂണിവേഴ്സ് മൊത്തമായിട്ട് ക്യാൻസൽ ചെയ്തു. അതിനുശേഷമാണ് ഡി സിയുടെ ഒരു പുതിയ എറ അവർ തുടങ്ങുന്നത്, പുതിയൊരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് അവർ മെയിനായിട്ട് സമീപിച്ചത് ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സിയും സൂയിസൈഡ് സ്ക്വാഡും അതുപോലെ തന്നെ പീസ് മേക്കർ സീസൺ 1 ഒക്കെ ഇറക്കിയൊരു പിൻബലത്തിൽ അതിൻ്റെയൊക്കെ ഒരു വിജയത്തിൻ്റെ ഒരു പിൻബലത്തിൽ ജെയിംസ് ഗണ്ണിനെ ഇതിൻ്റെ ഹെഡാക്കി മാറ്റുന്നത് നമ്മുടെ ഡി സിയുടെ. സോ അതിന് ശേഷമാണ് നമ്മുടെ സൂപ്പർമാൻ്റെ ഒരു പ്രഖ്യാപനം വരുന്നത്. സൂപ്പർമാൻ്റെ പ്രഖ്യാപനം എന്ന് പറയുന്നത് സൂപ്പർമാനാണ് ഈ ഡി സിയുടെ ഫസ്റ്റ് മൂവി. അതുകൊണ്ട് തന്നെ ഹൈപ്പ് കൂടുതലായിരുന്നു. പിന്നെ ജെയിംസ് ഗണ്ണിൻ്റെ മൂവീസ് കാണാൻ ഒരുവിധം ഫാൻസിനൊക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നു. പിന്നെ ആൾ സൂപ്പർ ഹീറോസിനെ പ്രസൻറ്റ് ചെയ്യുന്നൊരു രീതിയുണ്ട്, അത് ഒരുവിധം കോമിക്കൽ ഫാൻസിനൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള രീതിയാണ്. ആളുടെ മൂവീസും ഭയങ്കര എൻ്റർടൈനിങ് ആണ്. സോ അതുകൊണ്ട് തന്നെ ജെയിംസ് ഗണ്ണിൻ്റെ മൂവിക്ക് ഭയങ്കര ഹൈപ്പ് കൂടുതലായിരുന്നു. ആ ഹൈപ്പ് മൂവിക്ക് നിലനിർത്താനും സാധിച്ചു. ഏകദേശം 613 മില്യൺ ഈ മൂവി നേടിയിട്ടുണ്ടായിരുന്നു. ഇതിലും നമുക്ക് ബ്ലാക്ക് ആദത്തിൽ ജസ്റ്റിസ് സൊസൈറ്റിയുടെ പകരം ഇതിൽ ജസ്റ്റിസ് ഗ്യാങ്ങാണ് ഉണ്ടായിരുന്നത്. ഇതിൽ മെയിനായിട്ട് ഗായ് ഗാർഡനറും ഹാഗ് ഗേളും മിസ്റ്റർ ടെറിഫിക്കും മെറ്റാമോർഫോ എന്നൊക്കെ പറയുന്ന ക്യാരക്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു. മെറ്റാമോർഫോനെ എനിക്കധികം വലിയ പരിചയമില്ല. പക്ഷേ പിന്നീട് റിസർച്ച് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ജെയിംസ് ഗൺ ഇതൊക്കെ ക്യാരക്ടേഴ്സിനെയൊക്കെ കൊണ്ടുവരാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മൂവി ഒരിക്കലും ഫെയിലായില്ല, നല്ല രീതിയിൽ ഡെലിവർ ചെയ്തു. ഹൈപ്പിനനുസരിച്ചുണ്ടായിരുന്നു മൂവി. നമുക്ക് സൂപ്പർമാനെ ഒരു ഇഷ്ടപ്പെടുന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആക്ടർ അടിപൊളിയായിരുന്നു, നല്ല രീതിയിൽ പ്ലേ ചെയ്യുകയും ചെയ്തു. പിന്നെ ഫാന്റാസ്റ്റിക് ഫോർ എന്ന് പറയുന്ന ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു മാർവലിൻ്റെ ഭാഗത്ത്. പക്ഷേ ഫാന്റാസ്റ്റിക് ഫോറിനെ തോൽപ്പിച്ചുകൊണ്ട് നമുക്ക് സൂപ്പർമാന് നല്ലൊരു വിജയം കണ്ടെത്താൻ പറ്റി. ഫാന്റാസ്റ്റിക് ഫോറിനെക്കാളും ഏറ്റവും കൂടുതൽ കാശ് പറ്റിയ പടം സൂപ്പർമാൻ ലെഗസി ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഡി സി മാർവലും തമ്മിലൊരു മൂവി ഇറങ്ങിയിട്ട് ഒരു ഇയറിൽ ഇറങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ഒരു ഡി സി മൂവിക്ക് കൂടുതൽ കാശ് കിട്ടുന്നത്. സോ അതൊരു വലിയ കാര്യമായിട്ട് തോന്നി നമ്മുടെ ഡി സിയുടെ കാര്യത്തിൽ. പിന്നെ നമുക്ക് ജെയിംസ് ഗണ്ണിൻ്റെ ഒരു 10 ഇയർ പ്ലാൻ ഉണ്ടായിരുന്നു. ആ ഒരു പ്ലാൻ അനുസരിച്ച് ഫസ്റ്റത്തെ മൂവി ഹിറ്റായ സ്ഥിതിക്ക് ഇനിയുള്ള മൂവീസൊക്കെ ആ ഒരു ഹൈപ്പിലായിരിക്കും ഓഡിയൻസ് കാണുന്നത്. എന്തായാലും ഇനി വരുന്ന ഡിസി മൂവീസൊക്കെ അടിപൊളിയാവട്ടെ എന്ന് ആണ് വിശ്വസിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇതിലേത് മൂവിയാണ് ഇഷ്ടം എന്ന് അടിയിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.